ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് രേവതി. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ആൻഡ് വെറൈറ്റി ആയിട്ടുള്ളൊരു വാട്ടർമെലൺ പായസമാണ്. ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ വാട്ടർമെലൺ ഉറപ്പായിട്ട് ഉണ്ടാവും, സമ്മർ സീസണൊക്കെ ആയതുകൊണ്ട്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ്. അപ്പോൾ നമുക്ക് അധികം വൈകിപ്പിക്കാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് വലിയ തണ്ണിമത്തനാണ്. അതിൻ്റെ ഒരു പകുതിയുടെ പോർഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നമ്മൾ മേളിലുണ്ടായിരുന്ന സീഡ്സൊക്കെ ജസ്റ്റ് സ്പൂൺ വെച്ച് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ സീഡ്സ് ഉണ്ടാവും. ഇനി അതെടുത്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. സീഡ്ലെസ് ആയിട്ടുള്ള വാട്ടർമെലനാണ് നമുക്ക് എടുക്കേണ്ടത്. ഇനി ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഇങ്ങനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുക. അതിന് ശേഷം ഒരു പോർഷൻ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്പോസിറ്റായിട്ട് ചെയ്തിട്ട് അത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ വാട്ടർമെലനൊക്കെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. ഇനി അതിനകത്ത് കുരു മൊത്തം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയും വേണം. ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അരിയുമ്പോൾ കുറേയൊക്കെ നമുക്ക് പോകും. പിന്നെ ഫുള്ള് നമുക്ക് ഈ നമ്മുടെ കത്തി വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ ഇടയ്ക്ക് ആ ഒരു ജ്യൂസി പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവും. അത് നമുക്ക് സ്പൂൺ വെച്ച് കളഞ്ഞെടുത്താൽ മതി. ലാസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെല്ലാം കൊടുക്കുക. ഇനി നമുക്ക് ആ ബാക്കി വന്നിട്ടുള്ള ആ ഒരു പാർട്സില്ല, അതൊക്കെ നമുക്ക് സ്പൂൺ വെച്ച് ചെയ്യും. അപ്പോൾ ബാക്കി വന്ന പോർഷൻസൊക്കെ നമ്മൾ സ്പൂൺ വെച്ച് കളയണം. കത്തി കൊണ്ട് മൊത്തം കളയാൻ പറ്റില്ല. അപ്പോൾ ജ്യൂസി ആയിട്ടാണ് വരുന്നത്. അത് കുഴപ്പമില്ല. നമുക്ക് അത് മൊത്തമായിട്ട് അങ്ങനെ നമുക്ക് സ്പൂൺ വെച്ച് എടുക്കുക. ഈ നമ്മുടെ സ്പൂൺ ശരിക്കും ഷാർപ്പായിട്ടുള്ള സ്പൂൺ വേണം ചൂസ് ചെയ്യാൻ. അപ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് കിട്ടും. അത് ഫുള്ളായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. നമ്മുടെ തണ്ണിമത്തനിലെ സീഡ്സൊക്കെ എടുത്ത് കളയണം. ബ്ലാക്ക് സീഡ്സാണ് കളയേണ്ടത് കംപ്ലീറ്റ് ആയിട്ട്. വൈറ്റ് സീഡ്സ് ഉണ്ടെങ്കിലും പ്രശ്നമില്ല. നമ്മുടെ തണ്ണിമത്തൻ്റെ മിക്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു പാൻ വെക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്, ഹൈ ഫ്ലെയിമിലേക്ക് വെക്കരുത്. അതിലേക്ക് ആദ്യം നമ്മുടെ തണ്ണിമത്തൻ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പെട്ടെന്ന് ഇത് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യുക. അതിനുശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോണത് ഒരു അരക്കപ്പ് കംപ്ലീറ്റ് ഇല്ല, എത്ര അളവിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ഇതിനി ആ പഞ്ചസാരയൊക്കെ നല്ല രീതിയിൽ മെൽറ്റായി നല്ല ആ സിറപ്പ് മാതിരി വന്നിട്ട് ഇതുമായിട്ട് ചേർന്ന് നല്ല രീതിയിൽ വെന്ത് വരണം. അപ്പോൾ നമുക്കിതിനകത്ത് നിന്ന് കുറേ വെള്ളം ഇറങ്ങും. ആ വെള്ളമൊക്കെ കുറച്ച് ഒരു മീഡിയം വറ്റി വരുമ്പോഴത്തേക്കാണ് അതിൻ്റെ കറക്റ്റ് കണക്കാവുന്നത്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. പിന്നെ ഒരു കാര്യം, മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്യണം. ഫ്ലെയിം കൂട്ടൽ മീഡിയം ടു ലോ ഫ്ലെയിമാണ്, ഹൈ ഫ്ലെയിമിലേക്ക് ആക്കരുത്. നമ്മുടെ ആ ഷുഗറൊക്കെ നല്ല രീതിയിൽ മെൽറ്റായി ഇപ്പോൾ നല്ല സിറപ്പ് മാതിരി ആയിട്ടുണ്ട്. ഇപ്പം നല്ല രീതിയിൽ ആ തണ്ണിമത്തനിലെ വെള്ളവും ആ സിറപ്പും എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സായി. കുറച്ച് വെള്ളം കൂടുതലാണ്. ഇതിനിടയ്ക്ക് സീഡ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ ഉടച്ചു കൊടുക്കുമ്പോഴത്തേക്കാണ് കണ്ടത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റുക. വൈറ്റ് സീഡ്സ് പ്രശ്നമില്ല, ബ്ലാക്ക് സീഡ്സേ ഉള്ളൂ പ്രശ്നം. അതിനുശേഷം നല്ല രീതിയിൽ അത് പറ്റി വരണം. ആ വെള്ളം ഇത്രയും കൂടെ നല്ല രീതിയിൽ പറ്റണം. അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് സീഡ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വരുന്ന എല്ലാ സീഡ്സും എടുത്ത് കളയണം കേട്ടോ. ആ വൈറ്റ് സീഡ്സ് അത്ര വലിയ പ്രശ്നമില്ല, എന്നാലും പരമാവധി കളയാൻ നോക്കുക. കാരണം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്നും അതിനകത്ത് നിന്ന് സീഡ്സ് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ ഇതിനകത്ത് ഇളക്കുമ്പോഴത്തേക്കും ഇടയ്ക്ക് സീഡ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇങ്ങനെ റിമൂവ് ചെയ്ത് കളയാണ്. കണ്ടോ, ഇടയ്ക്കിടയ്ക്കുണ്ട്. ഒരുപാട് കുറച്ചൊക്കെ കിടന്നാൽ വലിയ പ്രശ്നമില്ല വൈറ്റ് ആണെങ്കിൽ. ബ്ലാക്ക് അത്ര വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇത് നല്ലപോലെ ഇരുന്നൊന്ന് വറ്റട്ടെ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ അലിയിച്ച് കൊടുക്കണം. അപ്പോഴത്തേക്ക് ആ ഫ്ലേവർ കറക്റ്റായിട്ട് ഇറങ്ങിക്കിട്ടും. നല്ല രീതിയിൽ ഇളക്കിയും കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്.
ആ വെള്ളം വീണ്ടും വീണ്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇപ്പം നല്ല രീതിയിൽ വെള്ളം വന്നിട്ടുണ്ട്. ഇതിന് ഒരുപാട് പറ്റിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല, കുറച്ച് പറ്റിച്ചെടുക്കുക. ആ ഒരു സിറപ്പിൻ്റെ ഒരു ഇതും ഫ്ലേവർ നമുക്ക് വേണം നല്ല രീതിയിൽ. അപ്പോഴത്തേക്കും ഒരുപാട് വെള്ളം വേണ്ട ആവശ്യമില്ല, ഒരു കുറച്ച് വെള്ളം നല്ല രീതിയിൽ പറ്റിച്ചെടുക്കുക. ഇപ്പോൾ കുറേയൊക്കെ വെള്ളം പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ലെവലിൽ വെള്ളം നമുക്ക് വേണം. ഇനി ഇത് നമ്മൾ കുറച്ച് നേരം മാറ്റി വെക്കും. ആ സമയത്ത് ഇത് കുറച്ചും കൂടെ പറ്റും. അപ്പം ആ ഒരു കുറച്ച് വെള്ളത്തിൻ്റെ കറക്റ്റ് കണക്കാവും. അപ്പോൾ ഇത് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി പാല് തിളച്ച് സെറ്റാകുന്ന ടൈം വരെ ഇത് ഒന്ന് തണുപ്പിക്കാനായിട്ട് വെക്കുക. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ചെറുതായിട്ട് അത് സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാല് തിളപ്പിക്കാൻ വേണ്ടി ഇതൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മളിനി കംപ്ലീറ്റ് പായസം ഉണ്ടാക്കുന്നത്. ആ പാത്രം ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4.5 കപ്പ് പാലാണ്. മിൽമയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. നാടൻ പാലാണെങ്കിൽ ഇത്തിരി കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇനി പാലൊന്ന് നല്ല രീതിയിൽ തിളച്ച് വരണം. നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഹൈ ഫ്ലെയിം ഇട്ടിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് അത് ലോ ടു മീഡിയം ഫ്ലെയിം ആക്കിയാൽ മതി. അപ്പോൾ പാൽ ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം ഞാനിവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ സാഫ്രോണാണ്, കുങ്കുമപ്പൂവ്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ സാഫ്രോണൊക്കെ ആഡ് ചെയ്തതല്ലേ നമ്മൾ രസ്മലായൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഒരു ചെറിയൊരു യെല്ലോയിഷ് കളർ വരും. അപ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റുമാണ് നമ്മൾ സാഫ്രോൺ ആഡ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പം അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. നമ്മുടെ പാലിപ്പോൾ നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇനി അതൊരു ലോ ഫ്ലെയിമിലേക്ക് നമുക്ക് മാറ്റാം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഏലക്കയാണ്. ഒരു 4-5 ഏലക്ക എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചതച്ചാണ് ഇട്ടിരിക്കുന്നത്. ഏലക്ക ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ പായസത്തിന് പ്രത്യേക ഫ്ലേവറാണ്. നമ്മൾ പായസത്തിന് സ്കിപ്പ് ചെയ്യാത്തൊരു സാധനമാണ് ഏലക്ക. നെക്സ്റ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് മിൽക്ക് മെയ്ഡാണ്. ഇതും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, ഇത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ പായസത്തിൻ്റെ. അപ്പോൾ നമ്മൾ മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ഫീലാണ്. ഫ്രൂട്ട്സ് പായസത്തിനൊക്കെ അടിപൊളിയാണ് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ആഡ് ചെയ്യുക. ഇതിനകത്തിപ്പോൾ നമ്മൾ വേറെ ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല, കാരണം നമ്മൾ മറ്റേ വാട്ടർമെലണിന് ഓൾറെഡി ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇപ്പം ഇത് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, മിൽക്ക് മെയ്ഡ് മാത്രമേ ആഡ് ചെയ്തുള്ളൂ. ലാസ്റ്റ് ഇനി അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഷുഗറൊക്കെ ബാലൻസ് ചെയ്തിട്ട് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പാലൊക്കെ ഇപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ആ ഏലക്കയുടെയൊക്കെ നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച ആ വാട്ടർമെലൻ്റെ മിക്സാണ്. ഇപ്പം തന്നെ ആ ഒരു ചെറിയ കണ്ട വാട്ടർ കൺസിസ്റ്റൻസി ഉണ്ട്, എന്നാൽ ഇച്ചിരി തിക്കുമായിട്ടാണ് നമ്മുടെ വാട്ടർമെലൻ വന്നിരിക്കുന്നത്. ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് വരാൻ പാടില്ല. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഷുഗർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആഡ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് തിളച്ച് കഴിഞ്ഞിട്ട് ഷുഗർ ആഡ് ചെയ്യാം. അത് ഷുഗറോ മിൽക്ക് മെയ്ഡോ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യാം, മധുരം നോക്കിയിട്ട്. അപ്പോൾ കറക്റ്റ് ആ ഒരു ബാലൻസ് നമുക്ക് മധുരം അറിയാൻ പറ്റും. ഒത്തിരി മധുരം കൂടി നിൽക്കുന്നതാണ് ടേസ്റ്റ് ഇതിന്. ഞാൻ മധുരം നോക്കിയപ്പോഴത്തേക്കും കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഷുഗറിന് വരെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും അത് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിനി നമ്മളിപ്പോൾ സേമിയൊക്കെ ആഡ് ചെയ്താണെങ്കിൽ ഇത്തിരി തിക്കായിട്ട് വരും, പക്ഷെ അത്ര തിക്കായിട്ടൊന്നും പായസം വരത്തില്ല. അപ്പം നമ്മൾ കുറച്ചൊക്കെ പറ്റിച്ചെടുക്കുക, ഒരുപാട് പറ്റിക്കാനൊന്നും പറ്റില്ല നമുക്ക് ഈ പായസം. അപ്പോൾ അത് ഒന്ന് നല്ല രീതിയിൽ ആ പാലൊന്ന് പറ്റിച്ചെടുക്കുക. ഇപ്പോൾ പായസം ഓൾമോസ്റ്റ് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഈ പായസം ഒരുപാട് തിക്കൊന്നും ആവത്തില്ല, കാരണം നമ്മൾ തിക്കാവണമെങ്കിൽ സേമിയയും കൂടെ ആഡ് ചെയ്താൽ ഇത്രയും കൂടെ നല്ല തിക്ക് പായസം വേണ്ടവർക്ക് അങ്ങനെ കിട്ടും. ഇത് ഇത്തിരി ലൂസായിട്ടാണ്, എന്നാൽ ഇച്ചിരി തിക്ക്, ഒരു തുള്ളി തിക്കുമാണ്. അങ്ങനത്തെ രീതിയിലാണ് എടുക്കേണ്ടത് നമുക്ക്. ഇപ്പം നമ്മൾ കാഷ്നട്ടും നമ്മുടെ കിസ്മിസും കൂടെ നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ പായസത്തിൻ്റെ മേളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിക്കുമ്പോഴൊക്കെ നല്ല ഫ്ലേവറാണ്. ഇതൊക്കെ ആകുമ്പോൾ ജസ്റ്റ് അങ്ങനെ കടിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത്, കുഞ്ഞു കുഞ്ഞായിട്ടുള്ള തേങ്ങാക്കൊത്തും ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. നമ്മുടെ വാട്ടർമെലൺ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു പായസമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഇത്തിരി ലൂസാണ്, ഇത്തിരി ഒരുപാട് തിക്കല്ല,
നമ്മളെപ്പോഴും പായസം ഉണ്ടാക്കുന്ന ആ ഒരു തിക്നെസ് ഉള്ള പായസമല്ല ഇത്. അപ്പോൾ നിങ്ങൾക്ക് തിക്കായിട്ട് പായസം വേണമെങ്കിൽ ഇതിനകത്ത് സേമിയയും കൂടെ ചേർത്ത് നിങ്ങൾക്ക് പായസമാക്കി എടുക്കാം. ഇത് അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമുക്ക് സേമിയൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് വാട്ടർമെലൺ വെച്ച് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പായസമാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പായസമാണ്. അപ്പോഴത്തേക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടപ്പോഴേക്ക് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അവിടെ കൂടെ ക്ലിക്ക് ചെയ്യണം. അവിടെ ഓൾ എന്ന ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ നോട്ടിഫിക്കേഷനൊക്കെ വരും. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബായ്.